ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന ടോപ്പിക്കിലെ റിമൈനിങ് ടൂൾസ് ആണ്. പാർട്ട് 1 നമ്മൾ കുറച്ച് ടൂൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് കോമ്പിനേഷൻ സെറ്റ്. കോമ്പിനേഷൻ സെറ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അതായത് ആംഗിൾ മെഷർ ചെയ്യാൻ, അതുപോലെ സിലിണ്ടറിക്കൽ ജോബ്സിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡെപ്ത് മെഷർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത് കോമ്പിനേഷൻ സെറ്റ്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് കോമ്പിനേഷൻ സെറ്റ്. ഒരു കോമ്പിനേഷൻ സെറ്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രൊട്രാക്ടർ ഹെഡ്, സ്ക്വയർ ഹെഡ്, സെന്റർ ഹെഡ്, ഗ്രാജുവേറ്റഡ് റൂൾ. ഇത്രയാണ് ഒരു കോമ്പിനേഷൻ സെറ്റിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഒരു പ്രൊട്രാക്ടർ ഹെഡ്, ഒരു സ്ക്വയർ ഹെഡ്, ഒരു സെന്റർ ഹെഡ്, ഗ്രാജുവേറ്റഡ് റൂൾ. ഇതിൽ ഓരോ പാർട്ടിന്റെയും യൂസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യം വരുന്നത് പ്രൊട്രാക്ടർ ഹെഡ്. പ്രൊട്രാക്ടർ ഹെഡ് എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്. ആംഗിൾ മെഷർ ചെയ്യാനും സെറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊട്രാക്ടർ ഹെഡ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ സെറ്റിൽ ആംഗിൾ മെഷർ ചെയ്യാനും സെറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രൊട്രാക്ടർ ഹെഡ്. ഇതിന്റെ ആക്യുറസി 1 ഡിഗ്രിയാണ്. ഇവിടെ ഇതിന്റെ ആക്യുറസി എത്രയാണ്? 1 ഡിഗ്രിയാണ്. ഗ്രാജുവേറ്റഡ് റൂളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ മാർക്ക് ചെയ്യാനോ സെറ്റ് ചെയ്യാനോ മെഷർ ചെയ്യാനോ ഒക്കെ പറ്റും. ഇതിന്റെ ആക്യുറസി എത്രയാണ്? 1 ഡിഗ്രിയാണ്. അതുപോലെ ഇതിൽ സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഹൊറിസോണ്ടൽ പൊസിഷനിൽ ജോബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിരിറ്റ് ലെവലും അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ പ്രൊട്രാക്ടർ ഹെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ആംഗിൾ സെറ്റ് ചെയ്യാനും മാർക്ക് ചെയ്യാനും മെഷർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് സ്ക്വയർ ഹെഡ്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പാർട്ടാണ് സ്ക്വയർ ഹെഡ് എന്ന് പറയുന്നത്. ഈ സ്ക്വയർ ഹെഡിന് ഒരു രണ്ട് മെഷറിംഗ് ഫേസിൽ ഒരു മെഷറിംഗ് ഫേസ് 90 ഡിഗ്രിയും മറ്റൊരെണ്ണം 45 ഡിഗ്രി ആയിരിക്കും. ഒരു മെഷറിംഗ് ഫേസ് 90 ഡിഗ്രിയിലും മറ്റൊരെണ്ണം 45 ഡിഗ്രിയിലായിരിക്കും. ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രിയിലും 45 ഡിഗ്രിയിലുള്ള ആംഗിൾസ് മാർക്ക് ചെയ്യാനും ചെക്ക് ചെയ്യാനും സ്ക്വയർ ഹെഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ വർക്ക് പീസുകൾ മെഷീനിൽ സെറ്റ് ചെയ്യാനും ഡെപ്ത് മെഷർ ചെയ്യാനും, ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ്, ഒരു സ്ലോട്ടിലെ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് മെഷർ ചെയ്യാനും വേണ്ടി നമ്മൾ സ്ക്വയർ ഹെഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ഒരു പർട്ടിക്കുലർ ജോബിൽ സ്ക്വയർ ഹെഡിന്റെ ബേസ് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡെപ്ത് മെഷർ ചെയ്യാം. അപ്പോൾ സ്ക്വയർ ഹെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് 45 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യാനും പിന്നെ ഡെപ്ത് മെഷർ ചെയ്യാനും അതുപോലെ വർക്ക് പീസിൽ വർക്ക് സെറ്റ് ചെയ്യാനും. ഇനി നെക്സ്റ്റ് സെന്റർ ഹെഡ്. സെന്റർ ഹെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ ജോബ്സിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിലിണ്ടറിക്കൽ ജോബ്സിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടാണ് എന്ത്? സെന്റർ ഹെഡ്. സെന്റർ ഹെഡ് ഇതുപോലെ സിലിണ്ടറിക്കൽ ജോബ്സുമായിട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇതിന്റെ സെന്റർ എന്ത് ചെയ്യാൻ പറ്റും? ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഒരു കോമ്പിനേഷൻ സെറ്റിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത്. ഒരു കോമ്പിനേഷൻ സെറ്റിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് പ്രൊട്രാക്ടർ ഹെഡ്, സ്ക്വയർ ഹെഡ്, സെന്റർ ഹെഡ് ആൻഡ് ഗ്രാജുവേറ്റഡ് റൂൾ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്റ്റീൽ റൂൾ. എഞ്ചിനീയേഴ്സ് സ്റ്റീൽ റൂൾ. നമുക്കറിയാം ലീനിയർ മെഷർമെന്റ്സ് അല്ലെങ്കിൽ ലീനിയർ ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത്? സ്റ്റീൽ റൂൾ. ഒരു വർക്ക് പീസിലെ ലീനിയർ ഡയമെൻഷൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റീൽ റൂൾ. ഇവിടെ സ്റ്റീൽ റൂളിന്റെ കേസിൽ സ്റ്റീൽ റൂളിന്റെ മെറ്റീരിയലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും സ്റ്റീൽ റൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്പ്രിംഗ് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി ഈ സ്റ്റീൽ റൂളിന്റെ ആക്യുറസി അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.5 mm ആണ്. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 0.5 mm ആണ്. സ്റ്റാൻഡേർഡ് അവൈലബിൾ ലെങ്ത് എന്ന് പറയുന്നത് 150 mm, 300 mm, 600 mm ആൻഡ് 1000 mm. സ്റ്റീൽ റൂൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലെങ്ത് 150 mm, 300 mm,
600 mm ആൻഡ് 1000 mm. അപ്പോൾ സ്റ്റീൽ റൂളിന്റെ കേസിൽ നമ്മൾ അതിന്റെ ലീസ്റ്റ് കൗണ്ട് ഓർത്ത് വെക്കുക 0.5 mm. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് വെർനിയർ കാലിപ്പർ. നമ്മൾ ലാബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പർ ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. പ്രിസൈസ് ആയിട്ട് ഡയമെൻഷൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വെർനിയർ കാലിപ്പർ. ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ ആക്യുറസി എന്ന് പറയുന്നത് 0.02 mm ആണ്. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.02 mm ആണ്. ഇനി ഒരു വെർനിയർ കാലിപ്പറിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു ഫിക്സഡ് ജോ. വെർനിയർ കാലിപ്പറിന് ഒരു ഫിക്സഡ് ജോ ഉണ്ടാവും. ഈ ഫിക്സഡ് ജോ അതിന്റെ മെയിൻ സ്കെയിലുള്ള പാർട്ടുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ഫിക്സഡ് ജോയിന് 2 ജോ ഉണ്ടാവും, ഒരു ഔട്ട്സൈഡ് ജോസും ഒരു ഇൻസൈഡ് ജോയും. ഔട്ട്സൈഡ് ജോ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും ഇൻസൈഡ് ജോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് പാർട്ട് മൂവബിൾ ജോ. ഒരു ജോ എന്താണ്? ഫിക്സഡ് ജോ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വെർനിയർ കാലിപ്പറിന്റെ നെക്സ്റ്റ് ജോ എന്ന് പറയുന്നത് മൂവബിൾ ജോ ആണ്. അതായത് വെർനിയർ സ്ലൈഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു മൂവബിൾ ജോയും വെർനിയർ കാലിപ്പറിന് ഉണ്ടാവും. ഈ ഒരു ഫിഗറിൽ നോക്കുക, ഈ കാണിച്ചിരിക്കുന്നതാണ് മൂവബിൾ ജോ. ഇതിന്റെ ഔട്ട്സൈഡ് ജോ നമ്മൾ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും ഇൻസൈഡ് ജോ ഇന്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഈ മൂവബിൾ ജോ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഫിക്സഡ് ജോയിന് മൂവബിൾ ജോയിനും ഇടയിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ഒബ്ജക്റ്റ് വെച്ചിട്ട് മൂവബിൾ ജോ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർമെന്റ് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വെർനിയർ സ്ലൈഡ്. അതായത് ഈ മൂവബിൾ ജോ ഫിക്സ് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ വെർനിയർ സ്ലൈഡ് എന്ന് പറയുന്നത്. ഈ മൂവബിൾ ജോയും ഡെപ്ത് ബാറും ഇത് രണ്ടും ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ വെർനിയർ സ്ലൈഡിലായിരിക്കും. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വെർനിയർ കാലിപ്പറിന്റെ മെയിൻ ബീമിലൂടെ, ഈ കാണിച്ചിരിക്കുന്നതാണ് മെയിൻ ബീമിലൂടെ സ്ലൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ റിക്വയർഡ് ഡയമെൻഷൻസിലേക്ക്. അതുപോലെ വെർനിയർ സ്കെയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? ഈ വെർനിയർ സ്ലൈഡിലാണ് വെർനിയർ സ്കെയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡെപ്ത് ബാർ എന്ന് പറയുന്നത് വെർനിയർ കാലിപ്പറിൽ ഉപയോഗിച്ചിട്ട് ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡെപ്ത് പ്രോബിനെയാണ് നമ്മൾ ഡെപ്ത് ബാർ അല്ലെങ്കിൽ ഡെപ്ത് പ്രോബ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ ഡെപ്ത് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ ഡെപ്ത് പ്രോബ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഈ ഡെപ്ത് പ്രോബും എന്തിന് അറ്റാച്ച്ഡ് ആയിരിക്കും? ഈ വെർനിയർ സ്ലൈഡിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. വെർനിയർ സ്ലൈഡ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഡെപ്ത് പ്രോബ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടു ആൻഡ് ഫ്രം മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡെപ്ത് മെഷർമെന്റിനുള്ളതാണ് എന്ത്? ഡെപ്ത് ബാർ അല്ലെങ്കിൽ ഡെപ്ത് പ്രോബ്. ഇനി നെക്സ്റ്റ് ബീം എന്ന് പറയുന്നത് വെർനിയർ കാലിപ്പറിന്റെ മെയിൻ പാർട്ടിനെയാണ് നമ്മൾ ബീം എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്ന പാർട്ടാണ് എന്ത്? ബീം. ഈ ബീമിലാണ് എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? വെർനിയർ സ്ലൈഡും ഡെപ്ത് പ്രോബും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡെപ്ത് പ്രോബ് വെർനിയർ സ്ലൈഡും ബീമിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഈ ബീമിലാണ് നമ്മൾ വെർനിയർ കാലിപ്പറിന്റെ മെയിൻ സ്കെയിൽ റീഡിങ്സ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എവിടെയാണ്? ബീമിലാണ്. അപ്പോൾ ഈ ബീമിലുള്ള ഗ്രാജുവേഷൻസിനെയാണ് നമ്മൾ വെർനിയർ കാലിപ്പറിന്റെ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് അല്ലെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിങ്സ് എന്ന് പറയാം, മെയിൻ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വെർനിയർ സ്കെയിൽ നമ്മൾ പറഞ്ഞു അതെവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? വെർനിയർ സ്ലൈഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. വെർനിയർ സ്ലൈഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വെർനിയർ സ്ലൈഡ് നമ്മൾ സ്ലൈഡ് ചെയ്ത് നമ്മുടെ റിക്വയർഡ് പൊസിഷനിൽ എത്തിയതിനു ശേഷം അത് അവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിനൊപ്പം ഒരു ലോക്ക് നട്ടും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ജോബിന്റെ മെഷർമെന്റ് എടുക്കുമ്പോൾ അത് ജോബുമായിട്ട് കോണ്ടാക്റ്റിൽ വെച്ചതിന് ശേഷം ആ കറക്റ്റ് പൊസിഷനിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തതാണ് എന്ത്? ലോക്ക് നട്ട്. ഇപ്പൊ വെർനിയർ സ്ലൈഡ് ലോക്ക് ചെയ്യാൻ വേണ്ടി, വെർനിയർ സ്ലൈഡ് മൂവ് ചെയ്യാതെ ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അറേഞ്ച്മെന്റ് ആണ് ഒരു ലോക്ക് നട്ട് അറേഞ്ച്മെന്റ്. ഇനി ഈ വെർനിയർ കാലിപ്പർ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോമൺ സൈസുകൾ എന്ന് പറയുന്നത് 150 mm, 225 mm, 900 mm ആൻഡ് 1200 mm. 150 mm, 225 mm, 900 mm, 1200 mm. ഇത്രയും സൈസിലാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വെർനിയർ കാലിപ്പർ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു വെർനിയർ കാലിപ്പറിന്റെ എന്തൊക്കെ പാർട്ട് ഉണ്ടാവും? ഒരു ഫിക്സഡ് ജോ,
മൂവബിൾ ജോ, വെർനിയർ സ്ലൈഡ്, അതിലായിരിക്കും വെർനിയർ സ്കെയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു മെയിൻ സ്കെയിൽ എവിടെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? ബീമിലായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡെപ്ത് ബാർ അല്ലെങ്കിൽ ഡെപ്ത് പ്രോബ്. ഇതിൽ തന്നെ ഔട്ട്സൈഡ് ജോസ് നമ്മൾ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും ഇൻസൈഡ് ജോസ് ഇന്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനുമാണ്. ഡെപ്ത് പ്രോബ് എന്തിനാണ്? ഡെപ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഒബ്ജക്റ്റിന്റെ ഡെപ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെപ്ത് പ്രോബ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഒരു വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ അതിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.02 mm ആണ്. ഇനി ഈ ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഒരു വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ലീസ്റ്റ് കൗണ്ടിനെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ മെയിൻ സ്കെയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. സ്മോളസ്റ്റ് ഡിവിഷൻ ഓൺ മെയിൻ സ്കെയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ. ഇതാണ് ലീസ്റ്റ് കൗണ്ടിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഓർത്ത് വെക്കുക. ഒരു വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.02 mm. ഇനി നെക്സ്റ്റ് ഒരു വെർനിയർ കാലിപ്പറിൽ നമ്മൾ എങ്ങനെയാണ് റീഡിംഗ് മെഷർ ചെയ്യുന്നത്? ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് വെർനിയർ കാലിപ്പറിലെ ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആയിരിക്കും. മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മളൊരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിനെ മെഷർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇവിടെ ഈ സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റിനെ നമ്മൾ ഇതുപോലെ രണ്ട് ജോസിന്റെ ഇടയിൽ പ്ലേസ് ചെയ്തിട്ട് വെർനിയർ സ്ലൈഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊസിഷൻ വരുന്നത് വെർനിയർ സ്കെയിലിലെ 0ന് മുന്നിലായിട്ട് മെയിൻ സ്കെയിലിൽ വരുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 13 ആണ്. അതാണ് മെയിൻ സ്കെയിൽ റീഡിംഗ്. വെർനിയർ സ്കെയിലിലെ 0ന് മുന്നിലായിട്ട് മെയിൻ സ്കെയിലിൽ വരുന്ന റീഡിംഗ് എത്രയാണ്? 13 ആണ്. അതാണ് മെയിൻ സ്കെയിൽ റീഡിംഗ്. ഇനി വെർനിയർ സ്കെയിലിലെ ഡിവിഷൻസിൽ മെയിൻ സ്കെയിൽ ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ഡിവിഷൻ എന്ന് പറയുന്നത് 21st ഡിവിഷനാണ്. 21st ഡിവിഷൻ വെർനിയർ സ്കെയിലിലെ 21st ഡിവിഷൻ മെയിൻ സ്കെയിലിലെ ഒരു ഡിവിഷനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം കോയിൻസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ അല്ലെങ്കിൽ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 21 ആണ്. ഇനി ലീസ്റ്റ് കൗണ്ട് 0.02 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ റീഡിംഗ്? 13 പ്ലസ് 21 ഇൻറ്റു 0.02 അല്ലെങ്കിൽ 13 പ്ലസ് 0.42 എന്ന് കിട്ടും. 13.42 mm ആണ് എന്ത്? ടോട്ടൽ റീഡിംഗ് അല്ലെങ്കിൽ ഫൈനൽ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ റീഡിംഗ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് വെർനിയർ ഡെപ്ത് ഗേജ്. വെർനിയർ ഡെപ്ത് ഗേജ് ഒരു സ്ലോട്ടിന്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലെ സ്ലോട്ടിന്റെ ഒക്കെ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെർനിയർ ഡെപ്ത് ഗേജ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെപ്ത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ് വെർനിയർ ഡെപ്ത് ഗേജ്. ഇതിനൊരു മൂവബിൾ ഹെഡ് ഉണ്ടാവും, ഒരു മെയിൻ സ്കെയിൽ ഉണ്ടാവും. ഈ മൂവബിൾ ഹെഡിലായിരിക്കും വെർനിയർ സ്കെയിൽസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മൂവബിൾ ഹെഡിലാണ് വെർനിയർ സ്കെയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് മെയിൻ സ്കെയിലുമായിട്ട് ക്ലാമ്പിംഗ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ക്ലാമ്പ് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യേണ്ട ഒബ്ജക്റ്റിൽ, അതായത് വർക്ക് പീസിന്റെ ഡെപ്ത് മെഷർ ചെയ്യേണ്ട പാർട്ടിൽ ഈ ഒരു മൂവബിൾ ഹെഡ് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം, മൂവബിൾ ഹെഡിന്റെ ബേസ് ഇതുപോലെ ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം മെയിൻ സ്കെയിൽ സ്ലൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിക്വയർഡ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ റിക്വയർഡ് ഡയമെൻഷൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെർനിയർ സ്കെയിൽ എന്താണ്? സ്റ്റേഷനറി ആണ്. മെയിൻ സ്കെയിൽ സ്ലൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റിക്വയർഡ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം, സ്കെയിലിനെ റിക്വയർഡ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ക്ലാമ്പിംഗ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ക്ലാമ്പ് ചെയ്ത് വെർനിയർ സ്കെയിലിൽ എന്ത് ചെയ്യും? റീഡിംഗ് മെഷർ ചെയ്യും. അപ്പോൾ വെർനിയർ ഡെപ്ത് ഗേജ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെപ്ത് മെഷർമെന്റിന് വേണ്ടിയിട്ടാണ്. വെർനിയർ ഡെപ്ത് ഗേജിന്റെയും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.02 mm ആണ്. വെർനിയർ ഡെപ്ത് ഗേജിന്റെയും ലീസ്റ്റ് കൗണ്ട് 0.02 mm ആണ്. ഇനി നെക്സ്റ്റ് വെർനിയർ ഹൈറ്റ് ഗേജ്. വെർനിയർ ഡെപ്ത് ഗേജ് നമ്മൾ ഡെപ്ത് മെഷർ ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ ഹൈറ്റ് മെഷർ ചെയ്യാനുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? വെർനിയർ ഹൈറ്റ് ഗേജ്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് വെർനിയർ ഹൈറ്റ് ഗേജ്. അതിനൊരു ഫൈനലി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലാബ്ഡ് ബേസ് ഉണ്ടാവും. ആ ബേസിലായിട്ട് ഒരു മെയിൻ സ്കെയിൽ ഗ്രാജുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വെർട്ടിക്കലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബീം ഉണ്ടാവും.
ആ ബീമിലായിട്ട് ഒരു സ്ലൈഡർ ഉണ്ടാവും. ഈ സ്ലൈഡറിലാണ് വെർനിയർ സ്കെയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ലൈഡറിലായിരിക്കും വെർനിയർ സ്കെയിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. സ്ലൈഡറിൽ തന്നെ ഒരു മെഷറിംഗ് ജോയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഈ സ്ലൈഡറിനെ റിക്വയർഡ് പൊസിഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ക്ലാമ്പിംഗ് സ്ക്രൂ ഉപയോഗിച്ചിട്ട് ക്ലാമ്പ് ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ വെർനിയർ ഹൈറ്റ് ഗേജിൽ ഈ മെയിൻ സ്കെയിൽ സ്റ്റേഷനറി ആണ്. നമ്മൾ മെഷർ ചെയ്യേണ്ട ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബേസ് ഫിക്സ് ചെയ്തതിന് ശേഷം ഈ സ്ലൈഡർ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിക്വയർഡ് ഹൈറ്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ സ്കെയിൽ സ്റ്റേഷനറി ആയിരിക്കും, സ്ലൈഡർ ആണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു വെർനിയർ ഹൈറ്റ് ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.02 mm ആണ്. 0.02 mm. ഇനി ഈ വെർനിയർ ഹൈറ്റ് ഗേജിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മാർക്കിംഗ് ജോ അല്ലെ മെഷറിംഗ് ജോ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. സ്ട്രൈറ്റ് സ്ക്രൈബറും ഓഫ്സെറ്റ് സ്ക്രൈബറും. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ക്രൈബർ ഉണ്ടാവും, ഒരു ഓഫ്സെറ്റ് സ്ക്രൈബർ ഉണ്ടാവും. ഇതിൽ സ്ട്രൈറ്റ് സ്ക്രൈബർ ആണെങ്കിൽ അല്ലെങ്കിൽ ഓഫ്സെറ്റ് സ്ക്രൈബർ ആണെങ്കിൽ നമുക്ക് സീറോ സെറ്റിംഗ് ഡാറ്റ മുതൽ പ്രൊവൈഡ് ചെയ്യും. അതായത് ഡാറ്റ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീറോ സെറ്റിംഗ് ഡാറ്റം സർഫസ് മുതൽ, അതായത് ബേസ് സർഫസ് മുതൽ സീറോ സെറ്റ് ചെയ്യാൻ പറ്റും. സ്ട്രൈറ്റ് സ്ക്രൈബർ ആണെങ്കിൽ സീറോ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലെവൽ എബോവ് ഡാറ്റം സർഫസ് ആയിരിക്കും. ഡാറ്റം സർഫസിന്റെ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലായിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സീറോ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വെർനിയർ ഹൈറ്റ് ഗേജിന്റെ കേസിൽ ഒരു ഹൈറ്റ് മെഷർ ചെയ്യാനുള്ള പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണെന്ത്? വെർനിയർ ഹൈറ്റ് ഗേജ്. അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.02 mm ആണ്. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. നമുക്കറിയാം മൈക്രോമീറ്ററും ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. വെർനിയർ കാലിപ്പറിനെ പോലെ ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണെന്ത്? മൈക്രോമീറ്റർ. മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 mm ആണ്. അതായത് മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.01 mm ആണ്. ഔട്ട്സൈഡ് മെഷർമെന്റിന് ഉപയോഗിക്കുന്ന മൈക്രോമീറ്ററിനെയാണ് നമ്മൾ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ മെഷർമെന്റ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് മെഷർമെന്റ്സിന് ഉപയോഗിക്കുന്നതാണ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ആണ്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ഒരു ഫ്രെയിം, ആൻവിൽ, സ്പിൻഡിൽ ലോക്ക് നട്ട്, സ്ലീവ് അല്ലെങ്കിൽ ബാരൽ, തിമ്പിൾ, റാച്ചറ്റ് സ്നോപ്പ്. ഇത്രയുമാണ് ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്നത്. ഇനി ഇതിന്റെ ഓരോ പാർട്ടുകളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ഫ്രെയിം. നമുക്കറിയാം ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഈ മൈക്രോമീറ്ററിന്റെ ഈ കാണുന്ന യു ഷേപ്ഡ് പാർട്ടിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ മാലിയബിൾ കാസ്റ്റ് ആണ്. മൈക്രോമീറ്റർ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് ഡ്രോപ്പ് ഫോർജ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ മാലിയബിൾ കാസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടാണ്. ഇനി മൈക്രോമീറ്ററിന്റെ ബാക്കിയുള്ള പാർട്ടുകളെല്ലാം ഈ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫ്രെയിം എന്ന് പറയുന്ന ഈ ഒരു യു ഷേപ്ഡ് പാർട്ടിലേക്ക് മൈക്രോമീറ്ററിന്റെ ബാക്കിയുള്ള പാർട്ടുകളൊക്കെ അറ്റാച്ച്ഡ് ആണ്. ഇനി നെക്സ്റ്റ് പാർട്ട് ബാരൽ അല്ലെങ്കിൽ സ്ലീവ്. ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന സിലിണ്ടറിക്കൽ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാരൽ അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്നത്. ഈ കാണുന്ന സിലിണ്ടറിക്കൽ പാർട്ട് ഇതിൽ ഒരു ഡാറ്റം ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഡാറ്റം ലൈൻസിനെ വീണ്ടും ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഒരു 25 mm ലെങ്ത് ഉള്ള ഡാറ്റം ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിനെ വീണ്ടും 1 mm 0.5 mm ഉള്ള ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാരൽ അല്ലെങ്കിൽ സ്ലീവ് എന്ന് പറയുന്നത് ഈ ഒരു സിലിണ്ടറിക്കൽ പാർട്ടിനെയാണ്. ഇനി നെക്സ്റ്റ് തിമ്പിൾ എന്ന് പറയുന്നത് ഒരു ബിവൽഡ് സർഫസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ബിവൽഡ് സർഫസിൽ ഗ്രാജുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സിലിണ്ടറിക്കൽ പാർട്ടിനെയാണ് തിമ്പിൾ എന്ന് പറയുന്നത്. തിമ്പിളിൽ എന്തായിരിക്കും? ഒരു ബിവൽഡ് സർഫസ് ഉണ്ടാവും. ആ ബിവൽഡ് സർഫസിൽ ഗ്രാജുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ മൈക്രോമീറ്ററിന്റെ സ്പിൻഡിൽ ഈ തിമ്പിളിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതായത് തിമ്പിളിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ് സ്പിൻഡിലിന്റെ മൂവ്മെന്റ് വരുന്നത്. ഫോർവേഡും ബാക്ക്വേർഡുള്ള മൂവ്മെന്റ് വരുന്നത് തിമ്പിളിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ സ്പിൻഡിൽ എന്ന് പറയുന്നത് മൈക്രോമീറ്ററിന്റെ ഈ ഒരു പാർട്ടിനെയാണ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇതിന്റെ സ്പിൻഡിലിന്റെ ഒരെണ്ട് മെഷറിംഗ് ഫേസ് ആയിരിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്ന എൻഡ് എന്തായിരിക്കും? മെഷറിംഗ് ഫേസ് ആയിരിക്കും. അതായത് നമ്മുടെ മെഷർ ചെയ്യേണ്ട ഒബ്ജക്റ്റില് കോൺടാക്റ്റിൽ വരുന്ന ഒരു എൻഡാണ് സ്പിൻഡിലിന്റെ ഈ മെഷറിംഗ് ഫേസ്. ഇനി നെക്സ്റ്റ് എൻഡ്
ഒരു ത്രെഡഡ് പാർട്ട് ആയിരിക്കും, ഒരു സ്ക്രൂ പാർട്ട് ആയിരിക്കും. അതൊരു നട്ടിലൂടെ പാസ് ചെയ്യുന്ന തരത്തിലുള്ള ത്രെഡഡ് പാർട്ട് ആയിരിക്കും. സ്പിൻഡിലിന്റെ ഒരെൻഡ്, അതായത് ഈ കാണിച്ചിരിക്കുന്ന എൻഡ് മെഷറിംഗ് ഫേസ്, നെക്സ്റ്റ് എൻഡ് എന്തായിരിക്കും, ഒരു ത്രെഡഡ് പാർട്ടാണ് ഉണ്ടാവുക, ഒരു നട്ടിലൂടെ പാസ് ചെയ്യുന്ന ത്രെഡഡ് പാർട്ടാണ് ഉണ്ടാവുക. അപ്പൊ ഈ ത്രെഡഡ് മെക്കാനിസം ആണ് സ്പിൻഡിലിന്റെ ബാക്ക്വേർഡ് ഫോർവേഡ് മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ നട്ടിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ത്രെഡഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് സ്പിൻഡിൽ എന്ത് ചെയ്യുന്നത്, ബാക്ക്വേർഡ് ഫോർവേഡ് മൂവ് ചെയ്യുന്നത്. ഈ സ്പിൻഡിൽ എവിടെ അറ്റാച്ച്ഡ് ആയിരിക്കും, തിമ്പിളിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അതായത് തിമ്പിളിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് സ്പിൻഡിൽ ബാക്ക്വേർഡ് ഫോർവേഡ് മൂവ് ചെയ്യും. ഇനി നെക്സ്റ്റ് ആൻവിൽ. നമ്മൾ പറഞ്ഞു സ്പിൻഡിലിന്റെ ഒരു ഫേസ് എന്താണ്, മെഷറിംഗ് ഫേസ് ആണ്. ഇനി നെക്സ്റ്റ് മെഷറിംഗ് ഫേസ് വരുന്നത് ഈ ആൻവിലാണ്. ആൻവില് ഫ്രെയിമുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും, മൈക്രോമീറ്ററിന്റെ ഫ്രെയിമുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും എന്ത്, ഈ ആൻവിൽ എന്നുള്ള പാർട്ട്. ഇത് പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള പാർട്ടായിരിക്കും. മെഷറിംഗ് ഫേസിൽ വരുന്നതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി ഫിനിഷ്ഡ് ആയിട്ടുള്ള പാർട്ടായിരിക്കും. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അലോയ് സ്റ്റീലാണ്. ആൻവിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അലോയ് സ്റ്റീൽ വെച്ചിട്ടാണ്. മൈക്രോമീറ്റർ ആൻവിലിന്റെ മെറ്റീരിയൽ അലോയ് സ്റ്റീലാണ്. ഇനി നെക്സ്റ്റ് സ്പിൻഡിൽ ലോക്ക് നട്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് സ്പിൻഡിൽ ലോക്ക് നട്ട്. അതായത് സ്പിൻഡിലിനെ നമുക്കൊരു പർട്ടിക്കുലർ പൊസിഷനിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്പിൻഡിലിന്റെ മൂവ്മെന്റ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, സ്പിൻഡിൽ ലോക്ക് നട്ട്. ഇനി നെക്സ്റ്റ് റാച്ചറ്റ് സ്റ്റോപ്പ്. റാച്ചറ്റ് സ്റ്റോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്, അതിന്റെ പർപ്പസ് ആണ് ചോദിക്കാറുള്ളത്. റാച്ചറ്റ് സ്റ്റോപ്പ് എൻഷുവേഴ്സ് എ യൂണിഫോം പ്രഷർ ബിറ്റ്വീൻ മെഷറിംഗ് സർഫസ്. മെഷറിംഗ് സർഫസുകൾക്കിടയിൽ ഒരു യൂണിഫോം പ്രഷർ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ റാച്ചറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ പാർട്ട്, ഇതിനെ നമുക്ക് തമ്പ് വെച്ചിട്ട് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ മെഷറിംഗ് ഫേസസിനിടയിൽ ഒരു യൂണിഫോം പ്രഷർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, റാച്ചറ്റ് സ്റ്റോപ്പിന്റെ പർപ്പസ്. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ ചോദിച്ച് കാണാറുണ്ട്, റാച്ചറ്റ് സ്റ്റോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. റാച്ചറ്റ് സ്റ്റോപ്പ് എൻഷുവേഴ്സ് എ യൂണിഫോം പ്രഷർ ബിറ്റ്വീൻ മെഷറിംഗ് സർഫസസ്. ഇനി നെക്സ്റ്റ് ഈ മൈക്രോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. മൈക്രോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്ക്രൂ ആൻഡ് നട്ടാണ്. അതായത് ഒരു നട്ടില് സ്ക്രൂ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് മൈക്രോമീറ്ററിന്റെ സ്പിൻഡിൽ ബാക്ക്വേർഡും ഫോർവേഡും മൂവ് ചെയ്യുന്നത്. അതായത് ഈ സ്പിൻഡിലിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ മൈക്രോമീറ്ററിൽ സ്പിൻഡിലിന്റെ എൻഡിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്ക്രൂവിന്റെ റൊട്ടേഷൻ അനുസരിച്ചിട്ടാണ്. അതായത് ഈ സ്ക്രൂ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ക്രൂവിന്റെ പിച്ചിന് ഈക്വൽ ആയിരിക്കും. സ്പിൻഡിൽ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഈ സ്ക്രൂവിന്റെ പിച്ചിന് ഈക്വൽ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് നമുക്ക് തിമ്പിളിലും ബാരലിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗ്രാജുവേഷൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിന്റെ മെഷർമെന്റ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെട്രിക് മൈക്രോമീറ്ററിന്റെ കേസിൽ ഈ സ്ക്രൂവിന്റെ പിച്ച് എന്ന് പറയുന്നത് 0.5 mm ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് നോക്കുക, മെട്രിക് മൈക്രോമീറ്ററിന്റെ കേസിൽ സ്ക്രൂ പിച്ച് എത്രയായിരിക്കും, 0.5 mm ആയിരിക്കും. ഇനി ഈ മൈക്രോമീറ്ററിന്റെ ഈ ബാരൽ അല്ലെങ്കിൽ സ്ലീവ് എന്നുള്ള പാർട്ടിൽ നമ്മൾ പറഞ്ഞു ഒരു ഡാറ്റം ലൈൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഡാറ്റം ലൈൻസിനെ ഗ്രാജുവേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡാറ്റം ലൈനിനെ നമ്മൾ 25 mm ലോങ് ഡാറ്റം ലൈനാണ് അല്ലെങ്കിൽ റെഫറൻസ് ലൈനാണ്. ഇതിനെ നമ്മൾ വീണ്ടും 1 millimeters ആയിട്ട് 0.5 mm ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 1 millimeters ആയിട്ട് 0.5 mm ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഈ തിമ്പിളിന്റെ ബിവൽ എഡ്ജസ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 50 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. 50 ഡിവിഷൻസ് ആയിട്ട് ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ തിമ്പിളിന്റെ ഒരു റൊട്ടേഷനിൽ ഒരു തിമ്പിൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ അഡ്വാൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.5 mm ആണ്. സ്പിൻഡിൽ അഡ്വാൻസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 0.5 mm ആണ്. അതുകൊണ്ട് തന്നെ തിമ്പിളിന്റെ ഒരു ഡിവിഷന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്, തിമ്പിൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ അഡ്വാൻസ് ചെയ്യുന്നത് 0.5 mm ആണ്. അതുകൊണ്ട്
തിമ്പിളിന്റെ ഒരു ഡിവിഷന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡിവിഷന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് 0.5 into 1/50 ആണ്. അതായത് 0.01 mm ആണ്. തിമ്പിളിന്റെ ഒരു ഡിവിഷന്റെ മൂവ്മെന്റ് 0.5 into 1/50 ആണ്. അതായത് തിമ്പിൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 50 ഡിവിഷൻസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ അഡ്വാൻസ് ചെയ്യുന്നത് 0.5 mm ആണ്. അതുകൊണ്ട് തന്നെ തിമ്പിളിന്റെ ഒരു ഡിവിഷന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് 0.5 into 1/50 0.01 mm ആണ്. അതാണ് ഒരു മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 mm. ഇനി ഈ മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് റീഡ് ചെയ്യുന്നത് നോക്കാം. മൈക്രോമീറ്ററിന്റെ കേസിൽ നമ്മൾ റീഡിംഗ് ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് തിമ്പിൾ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ്. നമ്മൾ വെർനിയർ സ്കെയിലിന്റെ പറഞ്ഞതുപോലെ മൈക്രോമീറ്ററിൽ എങ്ങനെയാണ് എടുക്കുന്നത്? മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് തിമ്പിൾ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. നമ്മൾ വെർനിയർ സ്കെയിലിന്റെ ആണെങ്കിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. അതുപോലെ ഇവിടെ മൈക്രോമീറ്ററിന്റെ കേസിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് തിമ്പിൾ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഇതിൽ ഈ ഒരു ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഈ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മെയിൻ സ്കെയിലിന്റെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് 5.5 ആണ്. ഇവിടെ റീഡിംഗ് വരുന്നത് 5.5 ആയിരിക്കും. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 5.5 mm ആണ്. ഏറ്റവും ലാസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് 5.5 mm ഡിവിഷനാണ്. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് 5.5 mm. ഇനി ഈ ഡാറ്റം ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് 28th ഡിവിഷനാണ്. തിമ്പിളിന്റെ 28th ഡിവിഷനാണ് ഡാറ്റം ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത്. അതായത് തിമ്പിൾ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 28 ആണ്. ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 0.01 mm. അപ്പൊ നമ്മുടെ റീഡിംഗ് എത്ര വരും? 5.5 പ്ലസ് 28 ഇൻറ്റു 0.01 mm അല്ലെങ്കിൽ 5.5 പ്ലസ് 0.28 അതായത് 5.78 mm എന്ന് വരും. ഇങ്ങനെയാണ് മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? റീഡിങ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ കേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ഇൻസൈഡ് മൈക്രോമീറ്റർ. നമ്മൾ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ പറഞ്ഞു. ഔട്ട്സൈഡ് മെഷർമെന്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. അതുപോലെ തന്നെ ഇന്റേണൽ മെഷർമെന്റ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻസൈഡ് മൈക്രോമീറ്റർ. ഇതിന്റെയും ആക്യുറസി 0.01 mm ആണ്. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ പോലെ തന്നെ ഇൻസൈഡ് മൈക്രോമീറ്ററിന്റെ ആക്യുറസി 0.01 mm ആണ്. ഇതിന് ഔട്ട്സൈഡ് മൈക്രോമീറ്ററുമായിട്ട് കൺസ്ട്രക്ഷനിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ പോലെ തന്നെ ഒരു ബാരൽ ഉണ്ടാവും, ആൻവിൽ ഉണ്ടാവും. ഇതൊക്കെ സിമിലർ ആണ്. പക്ഷെ ഇതിന് ഒരു സ്പിൻഡിലും ഫ്രെയിമും ഉണ്ടാവില്ല. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ പോലെ ഒരു പർട്ടിക്കുലർ സ്പിൻഡിലും ഒരു ഫ്രെയിമും ഉണ്ടാവില്ല. തിമ്പിളും ബാരലും അതുപോലെ തന്നെ ആൻവിലൊക്കെ സിമിലർ ആയിട്ട് ഇൻസൈഡ് മൈക്രോമീറ്ററിനും ഉണ്ടാവും. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇൻസൈഡ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ ഇൻസൈഡ് മൈക്രോമീറ്റർ വെച്ചിട്ട് നമ്മളൊരു ഇന്റേണൽ ഹോൾ ഡയമെൻഷൻസ് മെഷർ ചെയ്യുന്നതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇൻസൈഡ് മൈക്രോമീറ്ററിൽ ഈ തിമ്പിള് റൊട്ടേറ്റ് ചെയ്തിട്ട് രണ്ട് എൻഡിലാണ് എന്ത് വരുന്നത്? മെഷറിംഗ് ഫേസസ് വരുന്നത്. രണ്ട് എൻഡിലായിട്ടാണ് മെഷറിംഗ് ഫേസ് വരുന്നത്. ഒരു എൻഡിൽ ആൻവിലും മറ്റേ എൻഡിൽ എക്സ്റ്റൻഷൻ റോഡിന്റെ മെഷറിംഗ് ഫേസും വരും. അപ്പോൾ ഇൻസൈഡ് മൈക്രോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഹോളിന്റെ ഡയമീറ്റർ മെഷർ ചെയ്യാനും അതുപോലെ ഇന്റേണൽ പാരലൽ സർഫസുകൾ സ്ലോട്ടുകളൊക്കെ പോലെയുള്ള ഇന്റേണൽ പാരലൽ സർഫസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. സ്ലോട്ട് പോലെയുള്ള ഇന്റേണൽ പാരലൽ സർഫസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനും ഒരു ഹോളിന്റെ ഒക്കെ ഇന്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ അല്ലെങ്കിൽ ഹോളിന്റെ ഒക്കെ ഇന്റേണൽ ഡയമീറ്റർ മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസൈഡ് മൈക്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഒരു രണ്ട് സ്ലോട്ടുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അതുപോലെ ഇതെന്താണ്? ഒരു ഹോളിന്റെ ഇന്റേണൽ ഡയമീറ്റർ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പർപ്പസിനാണ് മെയിൻ ആയിട്ടും ഇൻസൈഡ് മൈക്രോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഈ ഇന്റേണൽ മൈക്രോമീറ്ററിന്റെ പാർട്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് മൈക്രോമീറ്റർ ഹെഡ്. മൈക്രോമീറ്റർ ഹെഡിൽ വരുന്നതാണ് സ്ലീവ് അല്ലെങ്കിൽ ബാരൽ, തിമ്പിൾ, അതുപോലെ ആൻവിൽ, പിന്നെ എക്സ്റ്റൻഷൻ റോഡ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കിംഗ് സ്ക്രൂ.
ഇത്രയും പാർട്ടുകൾ ചേർന്നാണ് ഒരു മൈക്രോമീറ്റർ ഹെഡ് എന്ന് പറയുന്നത്. സ്ലീവ് അല്ലെങ്കിൽ ബാരല്, അതുപോലെ തിമ്പിള്, പിന്നെ ആൻവിലാണ് ഒരു മെഷറിംഗ് ഫേസ്. ഇനി നെക്സ്റ്റ് മെഷറിംഗ് ഫേസ് എന്ന് പറയുന്നത് ഈ എക്സ്റ്റൻഷൻ റോഡിന്റെ ഒരു എൻഡാണ്. ഇനി നെക്സ്റ്റ് പാർട്ട് നമ്മൾ ഈ പറഞ്ഞ എക്സ്റ്റൻഷൻ റോഡ്. ഈ മൈക്രോമീറ്റർ ഹെഡിലേക്ക് ലോക്കിംഗ് സ്ക്രൂ വെച്ചിട്ട് ഒരു എക്സ്റ്റൻഷൻ റോഡ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പർട്ടിക്കുലർ ഡയമെൻഷൻസ്, ഒരു ഹോളിന്റെ ഒക്കെ പർട്ടിക്കുലർ നമ്മുടെ റിക്വയർഡ്, ഏത് ഹോളിന് റിക്വയർഡ് ആയിട്ടുള്ള അത്രയും ലെങ്ത് ഉള്ള എക്സ്റ്റൻഷൻ റോഡ് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഹോളിന്റെ ഇന്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഷറിംഗ് ഫേസ് എന്ന് പറയുന്നത് ഈ എക്സ്റ്റൻഷൻ റോഡിന്റെ ഒരു മെഷറിംഗ് സർഫസും മറ്റേത് ആൻവിലിന്റെ മെഷറിംഗ് സർഫസുമാണ്. അപ്പോൾ ഇത് രണ്ടിന്റെ ഇടയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഡയമെൻഷൻസ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ റോഡ് നമുക്ക് ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ്. ഈ ഡിഫറെന്റ് സൈസുള്ള എക്സ്റ്റൻഷൻ റോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് സൈസുള്ള ഇന്റേണൽ ഡയമെൻഷൻസ് മെഷർ ചെയ്യാം. ഡിഫറെന്റ് ഡയമീറ്റർ ഉള്ള ഹോൾസ്, അതുപോലെ സ്ലോട്ടുകൾക്കിടയിലുള്ള പാരലൽ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ റോഡ് ഇത് മൈക്രോമീറ്റർ ഹെഡിലേക്ക് ഫിക്സ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ലോക്കിംഗ് സ്ക്രൂ എന്ന് വെച്ചാൽ മൈക്രോമീറ്റർ ഹെഡിലേക്ക് എക്സ്റ്റൻഷൻ റോഡ് ലോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൂ അറേഞ്ച്മെന്റിനാണ് നമ്മൾ ലോക്കിംഗ് സ്ക്രൂ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഹാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ മൈക്രോമീറ്റർ ഹെഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഹാൻഡിൽ. അതായത് ഡീപ്പ് ബോർസിനൊക്കെ, നല്ല ഡെപ്തിലുള്ള ബോർസിന്റെ ഒക്കെ ഡയമീറ്റർ മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഹാൻഡിൽ ഈ ഇന്റേണൽ മൈക്രോമീറ്റർ ഫിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. അതുപോലെ സ്പേസിംഗ് കോളർ എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ റോഡിൽ നമ്മൾക്കൊരു അഡീഷണൽ ലെങ്ത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള സ്പേസിംഗ് കോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് അഡീഷണൽ ലെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഇൻസൈഡ് മൈക്രോമീറ്ററിൽ നമുക്ക് ഡിഫറെന്റ് സൈസുള്ള എക്സ്റ്റൻഷൻ റോഡും സ്പേസിംഗ് കോളേഴ്സ് ഉപയോഗിച്ചിട്ട് ഡിഫറെന്റ് റേഞ്ചിലുള്ള മെഷർമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇത്രയും റേഞ്ച്, അതായത് 20 to 50 mm, 50 to 200 mm, 50 to 300 mm, 200 to 500 mm, 200 to 1000 mm, ഇത്രയും റേഞ്ചിലുള്ള മെഷർമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേണൽ മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് എക്സ്റ്റൻഷൻ റോഡ്സും സ്പേസിംഗ് കോളംസും ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും റേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇന്റേണൽ ഡയമെൻഷൻസ് ഈ ഇന്റേണൽ മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഡെപ്ത് മൈക്രോമീറ്റർ എന്ന് പറയുന്നത് സ്ലോട്ടിന്റെയും സ്റ്റെപ്സിന്റെയും ഒക്കെ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈക്രോമീറ്റർ ഇൻസ്ട്രുമെന്റ് ആണ് ഡെപ്ത് മൈക്രോമീറ്റർ. ഇതിന്റെയും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 mm ആണ്. ഇതിന് ഒരു ബേസ് ഉണ്ടാവും. ആ ബേസിൽ മുകളിലായിട്ട് ഒരു ബാരൽ, തിമ്പിൾ, അതുപോലെ റാച്ചറ്റ് സ്റ്റോപ്പ്. സാധാരണ മൈക്രോമീറ്റർ പോലെ തന്നെ ഒരു ബാരൽ ഉണ്ടാവാം, തിമ്പിൾ ഉണ്ടാവാം, റാച്ചറ്റ് സ്റ്റോപ്പ് ഉണ്ടാവും. ഇതില് ഈ ബേസിൽ നിന്ന് നമുക്കൊരു മെഷറിംഗ് റോഡ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ബാരലിലേക്ക് ഒരു മെഷറിംഗ് റോഡ് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്ക് ബേസ് റെഫറൻസ് സർഫസ് ആയിട്ട് വെച്ചുകൊണ്ട്, അതായത് നമുക്ക് ഡെപ്ത് ആണ് മെഷർ ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ടോപ്പ് സർഫസ്, ഡെപ്തിന്റെ ടോപ്പ് സർഫസ് ബേസിന്റെ റെഫറൻസ് സർഫസ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഈ മെഷറിംഗ് റോഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, തിമ്പിള് റൊട്ടേറ്റ് ചെയ്തിട്ട് മെഷറിംഗ് റോഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെപ്ത് മൈക്രോമീറ്റർ ഉപയോഗിച്ചിട്ട് ഡെപ്ത് മെഷർ ചെയ്യുന്നത്. നമുക്ക് ഈ മെഷറിംഗ് റോഡും എന്താണ്, ഇന്റർചേഞ്ചബിൾ ആണ്. ഡിഫറെന്റ് ലെങ്ത് ഉള്ള മെഷറിംഗ് റോഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് റേഞ്ചിലുള്ള ഡെപ്ത് മെഷർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ വെർനിയർ മൈക്രോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ആക്യുറസി കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെർനിയർ മൈക്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ഔട്ട്സൈഡ് മൈക്രോമീറ്ററിൽ വെർനിയർ പ്രിൻസിപ്പിളും കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് എന്ത്, വെർനിയർ മൈക്രോമീറ്റർ എന്നത്. ഇതില് നമ്മൾ ഈ സ്ലീവില് ഇതുപോലെ വെർനിയർ സ്കെയിൽസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സ്ലീവ്സിൽ ഇതുപോലെ വെർനിയർ സ്കെയിൽസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ വെർനിയർ മൈക്രോമീറ്ററിന്റെ കേസിൽ അതിന്റെ ലീസ്റ്റ് കൗണ്ട് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെർനിയർ മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട്
0.001 mm ആണ്. നമ്മുടെ മൈക്രോമീറ്ററിന്റെ സാധാരണ ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01 mm ആണെങ്കിൽ വെർനിയർ മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് 0.001 mm ആണ്. അപ്പോൾ വെർനിയർ മൈക്രോമീറ്ററിന് സാധാരണ ഔട്ട്സൈഡ് മൈക്രോമീറ്ററിനുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ഈ സ്ലീവിൽ അല്ലെങ്കിൽ ബാരലിൽ ഈ തിമ്പിളിലുള്ള റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഡിങ്ങിന് പാരലായിട്ട് ഇതുപോലെ വെർനിയർ സ്കെയിൽസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വെർനിയർ മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ടാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ 0.001 mm. ഇനി നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടി ആംഗിൾസ് പ്രിസൈസ് ആയിട്ട്, അതായത് 5 minutes ആക്യുറസിയിൽ ആംഗിൾസ് പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാനുള്ള ഒരു പ്രിസിഷൻ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ് ആണ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 5 minutes ആണ്. ഇനി ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഇതാണ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. നമുക്കറിയാം ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ആംഗിൾസിൽ ജോബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് എന്ത്? വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്ന് പറയുന്നത് ആദ്യത്തേത് സ്റ്റോക്ക്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് ആണ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഒരു സർഫസ് ഡാറ്റയുമായിട്ട് ഒരു സർഫസ് നമ്മുടെ മെഷറിംഗ് ആംഗിൾഡ് സർഫസുമായിട്ട് കോൺടാക്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് പാർട്ടുകളാണ് സ്റ്റോക്കും ബ്ലേഡും. ബിവൽ പ്രൊട്രാക്ടറിൽ ഈ സ്റ്റോക്കും ബ്ലേഡും ആണ് മെഷറിംഗ് സർഫസുകളായിട്ട് കോൺടാക്ട് വരുന്നത്. സാധാരണഗതിയിൽ ഈ സ്റ്റോക്ക് നമ്മൾ ഡാറ്റം സർഫസുമായിട്ടായിരിക്കും കോൺടാക്ട് വെക്കുന്നത്. ഡാറ്റം സർഫസിൽ ഏത് ആംഗിളാണോ മെഷർ ചെയ്യേണ്ടത് അതിന്റെ ഡാറ്റം സർഫസുമായിട്ട് കോൺടാക്ട് വരുന്നത് സ്റ്റോക്ക് ആയിരിക്കും. ഇനി നെക്സ്റ്റ് പാർട്ടാണ് ഡിസ്ക്. ഈ ഒരു ഫിഗറിൽ ഈ കാണുന്ന പാർട്ടിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. ഡിസ്കിൽ നമ്മൾ 360 ഡിവിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഡിസ്കിന് 360 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഓരോ ഡിവിഷനും 1 ഡിഗ്രി ആയിരിക്കും. ഈ ഡിവിഷനെയാണ് ഈ ഡിസ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഡിവിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന 360 പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അത് 0 to 90 അല്ലെങ്കിൽ 0 to 180 ആയിട്ട് ഈക്വൽ പാർട്ടുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ഡയൽ. ഡയല് ഈ സ്റ്റോക്കിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടാണ്. ഈ സ്റ്റോക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഡയൽ. ഈ ഡയലിൽ ഒരു വെർനിയർ സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡയലിൽ നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു വെർനിയർ സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിലൊരു വെർനിയർ സ്കെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് വെർനിയർ സ്കെയിൽ. വെർനിയർ സ്കെയിലിൽ 12 ലൈൻസ് ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വെർനിയർ സ്കെയിലിന് 12 ലൈൻസ്, 0ന് റൈറ്റ് സൈഡിലേക്ക് 12 ലൈൻ, 0ന് ലെഫ്റ്റ് സൈഡിലേക്ക് 12 ലൈൻ, അങ്ങനെ ടോട്ടൽ 24 ഡിവിഷൻസ് ആയിട്ട്. വെർനിയർ സ്കെയിലിൽ സെൻട്രൽ ഒരു 0 ഉണ്ടാവും. ആ 0ന് റൈറ്റ് സൈഡിലേക്ക് 12 ലൈൻ, 12 ഡിവിഷൻസ്, ലെഫ്റ്റ് സൈഡിലേക്ക് 12 ഡിവിഷൻ, അങ്ങനെ ടോട്ടൽ 24 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഡിവിഷൻസും 5 minutes ആയിരിക്കും. ഓരോ ലൈൻസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 5 minutes ആയിരിക്കും. അതാണ് ഈ വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിന്റെ ആക്യുറസി. 5 minutes ആയിരിക്കും വെർനിയർ സ്കെയിലിലെ ഓരോ ഡിവിഷൻസും തമ്മിലുള്ള ഡിഫറൻസ്. അങ്ങനെ 0ന് റൈറ്റ് സൈഡിലേക്ക് 12 ഡിവിഷൻസ്, അതായത് 60 ഡിഗ്രി, 0ന് ലെഫ്റ്റ് സൈഡിലേക്ക് 12 ഡിവിഷൻസ്, അതായത് 0ന് ലെഫ്റ്റ് സൈഡിലേക്ക് 60 ഡിഗ്രി, 0ന് റൈറ്റ് സൈഡിലേക്ക് 60 ഡിഗ്രി. ഈ പാർട്ട് അങ്ങനെ ടോട്ടൽ ഈ 24 പാർട്ട് വെർനിയർ സ്കെയിലിലെ 23 പാർട്ടുകളായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാകും. വെർനിയർ സ്കെയിലിലെ 24 പാർട്ട് മെയിൻ സ്കെയിലിലെ 23 പാർട്ടുമായിട്ട് കോയിൻസൈഡ് ആയിരിക്കും. വെർനിയർ സ്കെയിലിലെ 24 പാർട്ട് മെയിൻ സ്കെയിലിലെ 23 പാർട്ടുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലീസ്റ്റ് കൗണ്ട്, ഈ വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5 minutes. ഇനി നെക്സ്റ്റ് പാർട്ട് ബ്ലേഡ്. ബ്ലേഡ് നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് പോലെ മെഷറിംഗ് സർഫസുമായിട്ട് കോൺടാക്ട് വരുന്നത്. ഏത് ആംഗിളാണോ മെഷർ ചെയ്യേണ്ടത്, ആ ഏത് ആംഗിളിന്റെ സർഫസിന്റെ ആംഗിളാണോ മെഷർ ചെയ്യേണ്ടത്, ആ സർഫസുമായിട്ട് കോൺടാക്ട് വരുന്നത് ഈ ബ്ലേഡ് ആയിരിക്കും. അപ്പോൾ സ്റ്റോക്ക് ഡാറ്റം സർഫസ് ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ബ്ലേഡ് കോൺടാക്റ്റിൽ വരുന്ന മെഷറിംഗ് സർഫസിലേക്ക് ബ്ലേഡ് കോൺടാക്ട് വരും. അപ്പൊ ഇങ്ങനെ മെഷറിംഗ് സർഫസുമായിട്ട് കോൺടാക്ട് വരുന്നത് എന്തായിരിക്കും? ബ്ലേഡ് ആയിരിക്കും. ഈ ബ്ലേഡിനെ ഡയലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ വെർനിയർ സ്കെയില് ഉള്ള 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡയലുമായിട്ട് ക്ലാമ്പ് ചെയ്തിട്ടുണ്ടാവും ഇതിനെ, ഈ ബ്ലേഡിന്. അതായത് ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഡയലും റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വെർനിയർ സ്കെയിൽ അതിനൊപ്പം റൊട്ടേറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലോക്കിംഗ് സ്ക്രൂ ആണ്. അതായത് 2 ലോക്കിംഗ് സ്ക്രൂസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്
ബ്ലേഡിനെ ഈ ഡയലുമായിട്ട് ലോക്ക് ചെയ്യാനുള്ളതും മറ്റൊന്ന് ഡയലിനെയും ഈ ഡിസ്കിനെയും തമ്മിൽ ലോക്ക് ചെയ്യാനുള്ളതും. അങ്ങനെ രണ്ട് ലോക്കിംഗ് സ്ക്രൂ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ റിക്വയർഡ് പൊസിഷനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയലും സ്റ്റോക്കും ബ്ലേഡും സ്റ്റോക്കും റിക്വയർഡ് പൊസിഷനിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ലോക്കിംഗ് സ്ക്രൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡയലിനെ ബ്ലേഡുമായിട്ട് ലോക്ക് ചെയ്യാനും മറ്റൊന്ന് ഡയലിനെ ഡിസ്കുമായിട്ട് ലോക്ക് ചെയ്യാനും. ഇനി ഈ ബ്ലേഡിന്റെ രണ്ട് എഡ്ജിലും ഒരു എഡ്ജ് 60 ഡിഗ്രിയിൽ ബിവൽഡ് ആണ്, ഒരു എഡ്ജ് 45 ഡിഗ്രിയിൽ ബിവൽഡ് ആണ്. അതായത് 60 ഡിഗ്രിയും 45 ഡിഗ്രിയും നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലേഡിന്റെ ഒരു എഡ്ജ് 60 ഡിഗ്രിയിലും ഒരു എഡ്ജ് 45 ഡിഗ്രിയിലും ബിവൽഡ് ആണ്. ഇനി ഈ ബിവൽ പ്രൊട്രാക്ടറിന്റെ യൂസ് നമ്മൾ പറഞ്ഞു. ആംഗിൾസ് മെഷർ ചെയ്യാൻ അക്യൂട്ട് ആംഗിൾ ആണെങ്കിലും ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിലും 90 ഡിഗ്രി കൂടുതലുള്ള ആംഗിൾ ആണെങ്കിൽ 90 ഡിഗ്രി കുറഞ്ഞ ആംഗിൾ ആണെങ്കിലും മെഷർ ചെയ്യാൻ. അതുപോലെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ. ഇനി ഈ വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിൽ എങ്ങനെയാണ് നമ്മൾ റീഡിങ് മെഷർ ചെയ്യുക? നമ്മൾ ആദ്യം നമ്മുടെ മെഷർ ചെയ്യേണ്ട സർഫസിന്റെ ഒരു സർഫസിലേക്ക് സ്റ്റോക്കും ഒരു സർഫസിലേക്ക് ബ്ലേഡും, അതായത് നമ്മൾ മെഷറിംഗ് സർഫസിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഏതാണ് സ്റ്റോക്കും ബ്ലേഡും ഫിക്സ് ചെയ്യും. അങ്ങനെ സ്റ്റോക്കും ബ്ലേഡും അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെർനിയർ സ്കെയിലും ഡയലിലെ വെർനിയർ സ്കെയിലും ഡിസ്കിലെ മെയിൻ സ്കെയിലും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന റീഡിങ്, അതായത് ഡയലിലെ വെർനിയർ സ്കെയിലിലെ 0, ഡയലിലെ വെർനിയർ സ്കെയിലിലെ റീഡിയോ ഡിസ്കിലെ മെയിൻ സ്കെയിലിലെ റീഡിങ് ഏത് റീഡിങ്ങുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ആ റീഡിങ് എന്ത് ചെയ്യും, ആ റീഡിങ് നോട്ട് ചെയ്യും. പിന്നെ ഈ വെർനിയർ സ്കെയിലിൽ ഈ ഫോർവേഡ് ഡയറക്ഷനിൽ വെർനിയർ സ്കെയിലിൽ ഏത് ലൈനാണ് മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് നോക്കും. അതായത് ഇപ്പോൾ സെക്കൻഡ് ലൈനാണ് മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ ആ സെക്കൻഡ് ലൈനിനെ നമ്മൾ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതായത് 10 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് നമുക്ക് 0 ആയിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന റീഡിംഗ് കിട്ടി. പിന്നെ വെർനിയർ സ്കെയിലിലെ ഏതെങ്കിലും ഒരു ലൈൻ മെയിൻ സ്കെയിലിൽ ഏതെങ്കിലും ഒരു ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിവിഷനെ നമ്മൾ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ ലീസ്റ്റ് കൊണ്ട് വെർനിയർ സ്കെയിലിന്റെ മിനിമം ലൈൻസുകൾ തമ്മിലുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 5 മിനിറ്റ് ആണ്. അതിനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് രണ്ട് റീഡിങ്ങും, അതായത് മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിലിലെ റീഡിങ്ങും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്നതായിരിക്കും എന്ത്, വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ റീഡിംഗ്. അപ്പോൾ ഇങ്ങനെയാണ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിൽ റീഡിംഗ് നമ്മൾ എടുക്കുന്നത്. സ്റ്റോക്കും ബ്ലേഡും നമ്മുടെ മെഷർ ചെയ്യേണ്ട സർഫസിൽ ചെയ്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ സ്കെയിലിലെ വെർനിയർ സ്കെയിലിലെ 0 മെയിൻ സ്കെയിലിലെ ഏത് റീഡിങ്ങുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്ന് നോക്കും. അപ്പോൾ വെർനിയർ സ്കെയിലിൽ 0 ആയിട്ട് മെയിൻ സ്കെയിലിൽ വരുന്ന മാച്ചിങ് റീഡിങ് മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിട്ട് നോട്ട് ചെയ്യും. ഇനി വെർനിയർ സ്കെയിലിലെ ഫോർവേഡ് ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ മെയിൻ സ്കെയിലിലെ ഏതെങ്കിലും ഒരു ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അത് എത്രാമത്തെ ഡിവിഷൻ ആണോ ആ ഡിവിഷനെ 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര ആംഗിൾ ആണെന്ന്, വെർനിയറിൽ എത്ര ആംഗിൾ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് കിട്ടും. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യും, മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ്ങും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും, ടോട്ടൽ റീഡിംഗ് കിട്ടും. അങ്ങനെയാണ് വെർനിയർ ബിവൽ പ്രൊട്രാക്ടറിൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ടോപ്പിക്കിൽ സിലബസിൽ ഇത്രയും ടൂൾസുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.